ഹലോ, എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലുമായിട്ട് 2020 എന്ന് പറയുന്ന വർഷത്തിൽ നിന്നും കെമിസ്ട്രി വിഷയത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിത്യജീവിതത്തിലെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അതേ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള മറ്റ് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്നുള്ള 10 ചോദ്യങ്ങളോടുകൂടി ഈ ഒരു ടോപ്പിക്കിൽ 2020 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു വിടും. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിത്യജീവിതത്തിലെ രസതന്ത്രത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 007 2020 എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് വാട്ടർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ജലം പൊതുവേ നമുക്ക് കുടിക്കുന്ന വെള്ളം മാത്രമല്ലാണ്ട് സ്വിമ്മിംഗ് പൂളുകളിൽ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ജലവുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള ജലം നമുക്ക് ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ജലത്തിനെ സ്റ്റെറിലൈസ് ചെയ്യണം, അതായത് അണുവിമുക്തമാക്കണം ജലത്തിനെ. അതാണ് നമ്മുടെ പോയിന്റ്. അതിനുവേണ്ടി താഴെ പറയുന്നവയിൽ ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുക, ഏത് മൂലകമാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇവിടെ നമുക്ക് കാർബൺ എന്ന് പറയുന്ന ഒരു സാധനം കാണുമ്പോൾ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. കാരണം കാർബൺ എന്ന് പറയുന്നത് ജലശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പേരാണ് കാർബൺ. പക്ഷെ ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ക്ലോറിനാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. അപ്പോൾ എന്താണ് ക്ലോറിൻ? ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കെമിക്കൽ ഫോർ വാട്ടർ ഡിസിൻഫെക്ഷൻ ഗ്ലോബലി ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് അറ്റ് കില്ലിംഗ് ബാക്ടീരിയ, വൈറസ് ആൻഡ് അതർ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം. അതായത് ജലത്തിലുള്ള രോഗകാരിയായിട്ടുള്ള സൂക്ഷ്മജീവികൾ, വൈറസുകൾ, ബാക്ടീരിയ അങ്ങനത്തുള്ള സാധനങ്ങളെയൊക്കെ കൊല്ലാൻ ക്യാപ്പബിലിറ്റി ഉള്ള കെമിക്കലാണ് ക്ലോറിൻ എന്ന് പറയുന്ന മൂലകം. ഓക്കെ, അപ്പോൾ ക്ലോറിനാണ് സാധാരണഗതിയിൽ ലോകമെമ്പാടും ഇതുപോലെ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ ജലം ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ജലത്തെ ഡിസിൻഫെക്റ്റൻ്റ് ആക്കാൻ വേണ്ടി, അണുവിമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് സോഡിയം, കാൽസ്യം ഒക്കെയാണ്. ഇവ നമ്മൾ സാധാരണഗതിയിൽ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ജലത്തിലിട്ട് കഴിഞ്ഞാൽ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സോഡിയം. ജലത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പാടെ കത്തിപ്പോവും ഈ സോഡിയം എന്ന് പറയുന്നത്. ഹൈലി റിയാക്റ്റീവ് ടു വാട്ടർ ആണ്. ഓക്കെ, അത് മാത്രമല്ല സോഡിയത്തെ നമ്മൾ ചുമ്മാ അന്തരീക്ഷത്തിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാലും അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഈർപ്പവുമായിട്ട് പ്രതിപ്രവർത്തിച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്? സോഡിയം റിയാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു ലോഹമാണ് സോഡിയം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കും ഈ സോഡിയം എടുത്ത് നമ്മൾ കുളത്തിലിടുമോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് സോഡിയം അല്ല നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്ലോറിൻ നമ്മൾ ജലം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് പ്രൊവൈഡ്സ് റെസിഡ്യുവൽ പ്രൊട്ടക്ഷൻ, മീനിങ് എ സ്മോൾ എമൗണ്ട് റിമൈൻസ് ഇൻ വാട്ടർ ടു പ്രിവെൻറ്റ് റീകണ്ടാമിനേഷൻ ആസ് ഇറ്റ്സ് ട്രാവൽസ് ത്രൂ പൈപ്സ് ടു ദ കൺസ്യൂമർ. പിന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് കാൽസ്യമാണ്. കാൽസ്യം എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മൂലകമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറും ഇല്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷനകത്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബൺ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന മൂലകമാണ് കാർബൺ. അതായത് അന്തരീക്ഷത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള പൊടിപടലങ്ങളോ പൊല്യൂട്ടൻസിനെയൊക്കെ പിടിച്ചെടുത്തിട്ട് ഇതിൻ്റെ സർഫസിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ആർക്കുണ്ട്? കാർബണിനുണ്ട്. അതായത് നമ്മളിങ്ങനെ ഒരു കാർബണിൻ്റെ മാസ്ക് അല്ലെങ്കിൽ കാർബണിൻ്റെ ഒരു കട്ടയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യില്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ ചുറ്റും ഇതിൻ്റെ ഏറ്റവും വെളിയിലുള്ള ആ സർഫസ് ലെയറിൽ എന്ത് ചെയ്യും? പൊല്യൂട്ടൻസിനെ എല്ലാം ഈ കാർബൺ പിടിച്ചു വലിക്കും. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സാധാരണഗതിയിൽ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ, ജലം ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ജലത്തിൽ നിന്നുമുള്ള അനാവശ്യമായിട്ടുള്ള വലിയ വലിയ റെസിഡ്യൂസ് അല്ലെങ്കിൽ ജലത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഓർഡറുകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാർബൺ യൂസ് ചെയ്യാറുണ്ട് ഫിൽറ്ററുകളിൽ. പക്ഷേ ഇതിന് എന്ത് ചെയ്യാനില്ല? സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? കാർബൺ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 12/2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫുൾ ഫോം ഓഫ്
PTFE ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പോളിമറാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. PTFE എന്ന് പറയുന്നത് പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് PTFE എന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ ആണ്. അതിനെ നമ്മൾ സിന്തറ്റിക്കലി പോളിമർ ഓഫ് ടെട്രാ ഫ്ലൂറോ എഥിലീൻ്റെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഫോമാണ്, ഒരു ഫ്ലൂറോ പോളിമറാണ് നമ്മുടെ പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ. ഇതൊരു പോളിമറാണ്. ഇത് സാധാരണഗതിയിൽ ടെഫ്ലോൺ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ പോളിമറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത്, വേരിയസ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ടെഫ്ലോൺ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ ആണ്. അപ്പോൾ പോളിമറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഓർഗാനിക് പ്രോപ്പർട്ടി ഉള്ള ചെറിയ ചെറിയ മോണോമറുകൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എഥിലീനാണെന്നിരിക്കട്ടെ. ഒരു എഥിലീൻ കുറേ എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ മാല പോലെ വലിയൊരു ബൾക്ക് മോളിക്യൂളായിട്ട് മാറുമ്പോഴാണ് എന്താവുന്നത്? ഈ മോണോമറുകൾ പോളിമറായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ എന്ന് പറയുന്ന ഈ സാധനം എങ്ങനെയാണ് നമുക്ക് പരിചിതമാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വരുന്നത്? ഇത് നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ്റെ സ്വഭാവം എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റും. ഇതിന് ഒരു നോൺ സ്റ്റിക്കി പ്രോപ്പർട്ടിയാണ് എന്തിനുള്ളത്? ഈ പറയുന്ന പോളി ടെട്രാ ഫ്ലൂറോ എഥിലീന് അല്ലെങ്കിൽ PTFEക്ക് ഉള്ളത്. PTFEക്ക് നോൺ സ്റ്റിക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. മാത്രമല്ല ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റ് ആയി പോകുന്ന ഒരു സാധനമല്ല, ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. മാത്രമല്ല കെമിക്കലി ഇനേർട്ടാണ്. അത്ര പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്ത് അങ്ങോട്ട് പോവില്ല. ഇനേർട്ടായിട്ട് കെമിക്കലി നിൽക്കുന്ന ഒരു സാധനവും കൂടിയാണ് PTFE. അപ്പം നിങ്ങൾ പറ, നമ്മളിത് സാധാരണഗതിയിൽ എവിടെയായിരിക്കും ഉപയോഗിക്കുക? നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കിച്ചൺ യൂട്ടൻസിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് PTFE എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ മറ്റ് ഓപ്ഷനുകളിലുള്ളതൊന്നും തന്നെ എന്തല്ല PTFEയുടെ കൃത്യമായിട്ടുള്ള ഫുൾ ഫോം അല്ല. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടെക്നിക്കൽ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ പരീക്ഷ 30/2020 എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ജനറേഷൻ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? ഐസോട്ടോപ്പ് ഓഫ് യുറേനിയം എന്നുള്ളതാണ്. നമ്മുടെ ഓപ്ഷനകത്ത് മീഥേൻ, ലിക്വിഫൈഡ് ഹൈഡ്രജൻ, ക്രൂഡ് ഓയിൽ, ഐസോട്ടോപ്സ് ഓഫ് യുറേനിയം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന ന്യൂക്ലിയർ ജനറേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷനുകളെ പറ്റിയിട്ട് ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യുറേനിയത്തിലേക്ക് ഉത്തരം എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് യുറേനിയം എന്ന് പറയുന്നത് ന്യൂക്ലിയർ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യുറേനിയം പോലെയുള്ള വളരെ ബൾക്കി ആയിട്ടുള്ള മോളിക്യൂളുകളാവുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്യും. ഇവർ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ബൾക്കി മോളിക്യൂളുകൾ ഈ ഒരു റിയാക്ഷൻ നടന്നിട്ട് അവർ ചെറിയ ചെറിയ മോളിക്യൂളുകളായിട്ട് സ്പ്ലിറ്റപ്പായി പോകാനായിട്ട് ശ്രമിക്കും. ആ ഒരു സ്വഭാവത്തെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഒരു തിയറി പ്രകാരം ഈ പറയുന്ന ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കലും ഉള്ള ഒരു മാസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഈ മോളിക്യൂളുകൾ ചെറുതായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നും ബൾക്ക് എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് എന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്യും. ഈ എനർജിയെ നമ്മൾ വലിയൊരു ചെയിൻ റിയാക്ഷൻ ആകാതെ നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ആവശ്യമുള്ള എനർജി സോഴ്സുകളിലേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ന്യൂക്ലിയർ എനർജി. പക്ഷെ അൺകൺട്രോൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വലിയൊരു ചെയിൻ റിയാക്ഷൻ നടക്കുകയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്യും. അതാണ് ആറ്റം ബോംബിനകത്തുള്ള ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ന്യൂക്ലിയർ ഫിഷൻ, എ പ്രോസസ് വേർ ദ ന്യൂക്ലിയസ് ഓഫ് എ ഹെവി ആറ്റം സ്പ്ലിറ്റ്. അതായത് ഹെവി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയി പോകുക എന്ന് പറയുന്നതാണ് സിംപ്ലി പറഞ്ഞാൽ ഈ ഒരു സ്വഭാവം. അപ്പോൾ എന്താ ചെയ്യുക? ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യുറേനിയം 235 എന്ന് പറയുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ്. യുറേനിയം 235 ആണ് ഇത്രയും റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. യുറേനിയം ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ്സ് ആറ്റംസ് ആർ ഈസിലി സ്പ്ലിറ്റ്, releasing a massive amount of heat energy used to create steam for
ടർബൈൻസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഈ യുറേനിയം എന്ന് പറയുന്ന സാധനം, യുറേനിയത്തിൻ്റെ 238 ഉണ്ട്, 235 ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് 235 ആണ്. ഇതെന്താണ്, കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ ഒരു എനർജി, ആ എനർജിയെ കൺട്രോൾഡ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം ഉണ്ടാക്കി ആ സ്റ്റീമിൽ നിന്ന് ടർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്നും ഇലക്ട്രിസിറ്റി വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള മറ്റുള്ള ആളുകൾ മീതേന്, ക്രൂഡ് ഓയിൽ, അതുകൂടാതെ ഫോസിൽ ഫ്യൂവലുകൾ, ഇവരൊക്കെ തെർമൽ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇതുകൂടാതെ ലിക്വിഫൈഡ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മൾ കണ്ടു അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഇന്ധനമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഹൈഡ്രജനെ ഇന്ധനം എന്ന മേഖലയിൽ ഉപയോഗിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ പോലും ലിക്വിഫൈഡ് ഹൈഡ്രജൻ എന്ന രൂപത്തിൽ ഹൈഡ്രജനെ നമ്മൾ റോക്കറ്റ് ഫ്യൂവലായിട്ട് ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്, ഫ്യൂവൽ സെല്ലുകളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു പ്രൈമറി ഫ്യൂവൽ അല്ല ലിക്വിഫൈഡ് ഹൈഡ്രജൻ. ക്ലിയർ ആയല്ലോ. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെ. 41/2020 എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ബ്ലീച്ചിങ് പൗഡർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ താഴെ പറയുന്നതിൽ എന്ത് കോമ്പൗണ്ട് ആണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലോറിനേറ്റഡ് ലൈമ്, സോഡ ലൈമ്, കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവയാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷനുകൾ. ബ്ലീച്ചിങ് പൗഡറാണ് ചോദ്യം. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് ക്ലോറിനേറ്റഡ് ലൈമാണ്. ക്ലോറിനേറ്റഡ് ലൈമിനെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് വിളിക്കുക. ബ്ലീച്ചിങ് പൗഡർ ഈസ് കെമിക്കലി നോൺ ആസ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിക്കുകയുണ്ടായി അല്ലേ, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന പേര് പഠിക്കുകയുണ്ടായി. അപ്പോൾ ഈ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് അതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ വരിക. ചിലപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്താണ് എന്ന് പറഞ്ഞിട്ട് താഴെ ചിലപ്പോൾ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിങ്ങനെ തന്നു കഴിഞ്ഞാലും അതും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് അഥവാ CaOCl2 എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫോർമുല കാണിക്കുന്ന നമ്മുടെ സാധനമാണ് എന്ത്, ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എവിടെയാണ് ബ്ലീച്ചിങ് പൗഡറുകൾ ഉപയോഗിക്കുക എന്ന് നമുക്കറിയാം അല്ലേ, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് ഈസ് പ്രൊസ്യൂഡ് ബൈ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഓൺ എ ഡ്രൈ സ്ലേക്കഡ് ലൈം. അതായത് ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കഡ് ലൈം, അതായത് വാട്ടർ കണ്ടന്റ് ഇല്ലാതെ CaOH2 സ്ലേക്കഡ് ലൈം ഇരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ക്ലോറിൻ വാതകം കടത്തിവിടുക. അങ്ങനെ കടത്തി വിടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ലഭിക്കുക. ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് ബ്ലീച്ചിങ് ഏജന്റ് ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ് ആസ് എ ഡിസിൻഫെക്റ്റന്റ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. അതേപോലെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിനെ നമുക്ക് ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ, പേപ്പർ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് സോഡ ലൈം. സോഡ ലൈം ഓപ്ഷൻ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോഡ ലൈം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. അതേസമയം സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സാധനമായിക്കോട്ടെ ലൈം സ്റ്റോണിൻ്റെയും ചോക്കിൻ്റെയും ഒക്കെ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ CaCO3. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 44/2020 UP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ ഇന്ധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേറ്റവും ക്ഷമതയുള്ള ഇന്ധനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റി ഉള്ള ഇന്ധനം ഏത്? CNG, LPG, ബയോഗ്യാസ്, ഹൈഡ്രജൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഹൈഡ്രജൻ ആണത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവൽ അല്ല ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രജൻ അസ് എ ഫ്യൂവൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലാണ്. കാരണം കലോറിഫിക് വാല്യൂ എന്ന് പറയുന്ന സാധനം, അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫ്യൂവലിനെ നമ്മൾ എടുത്ത് കത്തിച്ചാൽ അതിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പറ്റുന്ന എനർജിയുടെ അളവാണ് കലോറിഫിക് വാല്യൂ. ഓക്കെ, അതായത് ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹീറ്റ് കിട്ടണം അല്ലെങ്കിൽ എനർജി കിട്ടണം. അതിനെയാണ് നമ്മൾ ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പെട്രോള്, ഹൈഡ്രജൻ, അതേപോലെ തന്നെ ഡീസല്, കെറോസിൻ ഇങ്ങനെയുള്ള കുറേ അധികം ഫ്യൂവലുകളെ നമ്മൾ അടുത്ത് വെച്ചിട്ട് ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അതിനെ ബേൺ ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗ്യാസ് കത്തിക്കുന്നത് അല്ലെങ്കിൽ വണ്ടി ഓടുന്നതൊക്കെ അങ്ങനെയാണ്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ആ ഒരു ഫ്യൂവലിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പറ്റുന്ന എനർജിയുടെ അളവുണ്ടല്ലോ, അത് 1 കിലോ പെട്രോൾ എടുത്തു, 1 കിലോ ഹൈഡ്രജൻ എടുത്തു, 1 കിലോ ഡീസൽ എടുത്തു. ഇതിൽ 3 നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എനർജി പുറന്തള്ളാൻ കഴിവുള്ള ആൾ ആരാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഹൈഡ്രജൻ ആണ് ഉള്ളത്. ഒരു ഇന്ധനത്തിൻ്റെ ക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി അളക്കുന്നതിന് അതിൻ്റെ കലോറിക് മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അളക്കുന്നത്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായിട്ട് കത്തുമ്പോൾ ലഭിക്കുന്ന താപോർജ്ജമാണ് അതിൻ്റെ കലോറിക് മൂല്യം എന്ന് പറയുന്നത്. അതായത് 1 കിലോ ഇന്ധനം നമ്മൾ എടുത്തു, അതിനെ നമ്മൾ കത്തിക്കുകയാണ്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജിയാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കാണിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അതായത് ഏകദേശം ഇത്രയും കിലോ ജൂൾ, അതായത് 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഹൈഡ്രജന് പുറപ്പെടുവിക്കാൻ പറ്റുന്ന താപോർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ഷമതയുള്ള ഒരു ഇന്ധനമായിട്ട് നമ്മൾ കണക്കാക്കി പോരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റുള്ള ഇന്ധനങ്ങളുടെ ഒക്കെ തന്നെ ആ ഒരു കലോറിക് വാല്യൂ ജസ്റ്റ് ഒന്ന് തന്നു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, CNG 50,000, LPG 55,000, ബയോഗ്യാസ് 35,000 മുതൽ 40,000. ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊരു കൂടുതൽ കലോറിഫിക് വാല്യൂ ആണ് ഹൈഡ്രജന് നോക്കിയേ. അതുകൊണ്ട് വളരെയധികം ഊർജ്ജം ഇത് നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഹൈഡ്രജൻ അസ് എ ഫ്യൂവൽ അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഭയങ്കര കുറവാണ്. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഫ്യൂവലുകളൊക്കെ തന്നെയും പെട്രോളിയം, ക്രൂഡ് ഓയിലൊക്കെ തന്നെയും എന്താണ്, കത്തുന്ന സമയത്ത് അവിടെ നിന്ന് പൊല്യൂട്ടൻസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മലിനീകരണം ഇത് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹൈഡ്രജൻ എടുത്തിട്ട് നമ്മുടെ സാധാരണഗതിയിൽ പാചകവാതകമായിട്ടും അല്ലെങ്കിൽ വണ്ടിയിലുള്ള ഗ്യാസായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തത്? ഹൈഡ്രജൻ ആണെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള ഗ്യാസാണ് താനും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ എനർജി ക്രൈസിസ് ഉണ്ടായിട്ട് ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കാത്തത്? കാരണം ഹൈഡ്രജൻ ഇങ്ങനെ ഫ്യൂവലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഹൈഡ്രജനെ ഒന്ന് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പൈപ്പുകളിലൂടെ ഈ ഇന്ധനത്തെ കടത്തി വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പാടാണെന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം വളരെ സാന്ദ്രത കുറഞ്ഞിട്ടുള്ളൊരു ഗ്യാസാണ് ഹൈഡ്രജൻ, അല്ലേ? അപ്പോൾ ലീക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് പോവും, തീരുമാനമാവും ഹൈഡ്രജൻ പുറത്ത് പോയി കഴിഞ്ഞാൽ. അതൊരു കാര്യം. മാത്രമല്ല, കത്തുന്ന സമയത്ത് ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കത്തുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കാര്യക്ഷമമായിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു എക്സ്പ്ലോസീവ് ആണ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മൾ ഈ പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഹൈഡ്രജനെ ആസ് എ ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടയുന്നു എന്നുള്ളതാണ്. ഇനി 6ാമത്തെ ചോദ്യമാണ്. 44/2020 സെയിം പരീക്ഷ, UP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഗ്രേപ്പ് സ്പിരിറ്റ് കേട്ടോ. അപ്പം മെത്തനോള്, എത്തനോള്, ബ്യൂട്ടനോള്, പ്രൊപ്പനോള് എന്നിങ്ങനെ ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്തനോളാണ്. എത്തനോളാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. എത്തനോള് C2H5OH എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അതായത് 2 കാർബൺ, ഇതിനകത്ത് ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു, C2H5 ആണ് അല്ലേ? അപ്പോൾ C2H5 ഇതല്ലേ, ഇവിടെ നമുക്ക് OH ഗ്രൂപ്പ്, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മുന്തിരിയിലെ പഞ്ചസാര പുളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മുന്തിരിയെ ഫെർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വൈൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിലുള്ള ആൽക്കഹോളൊക്കെ തന്നെ എന്താണ്, എത്തനോളാണ്. ഈ പറയുന്ന 2 കാർബണുള്ള എത്തനോളാണ് ആൽക്കഹോളായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇതിനെ ഗ്രെയിൻ ആൽക്കഹോൾ എന്നും വിളിക്കാറുണ്ട്. ഗ്രെയിൻ ആൽക്കഹോൾ എന്നും എത്തനോളിനെ നമുക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അടുത്തൊരു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ആര് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉത്തരം? എത്തനോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മദ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോളാണ്. മനുഷ്യന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൽക്കഹോളാണ് എത്തനോള്. ഇനി ഓപ്ഷനിൽ നമുക്ക് മെത്തനോൾ തന്നിട്ടുണ്ട്. മെത്തനോൾ, വുഡ് സ്പിരിറ്റ് എന്നാണ് മെത്തനോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം മെത്തനോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 കാർബൺ നമുക്ക് കണ്ടില്ലേ. ഈ സാധനത്തിനെ നമ്മൾ ആകെ 1 കാർബൺ ആക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഹൈഡ്രജൻ നമ്മളവിടെ കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ നമുക്ക് OHനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സാധനമില്ലേ,
ഇതാണ് മെത്തനോൾ എന്ന് പറയുന്നത്. ഇത് മെത്തനോള്, ഇത് എത്തനോള്. ഇത് തമ്മിൽ എത്തൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടല്ലോ അല്ലേ? ഈ ഒരു CH3യുടെ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ എത്തനോളിനെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഈ മെത്തനോൾ എന്ന് പറയുന്നത് കഴിച്ചാൽ നമ്മൾ തട്ടി പോകുന്ന അത്യന്തം വിഷകരമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ള മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇത് അത്യന്തം വിഷാംശമുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 50/2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. PVC സ്റ്റാൻഡ്സ് ഫോർ. PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PVCയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PVC എന്ന് പറയുന്നതും നമ്മൾ സാധാരണഗതിയിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പോളിമർ തന്നെയാണ്. അപ്പോൾ PVCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. PVC പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. മാത്രമല്ല തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി പ്രൊഡ്യൂസ്ഡ് സിന്തറ്റിക് പ്ലാസ്റ്റിക് പോളിമർ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിന്തറ്റിക് പോളിമറാണ് PVC എന്ന് പറയുന്നത്. ഇതൊരു തെർമോ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ എന്താണ് ഈ തെർമോ പ്ലാസ്റ്റിക്? രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് നമുക്കുള്ളത്. തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തീ കൊടുത്ത് നമ്മൾ ചൂടാക്കി എന്നിരിക്കട്ടെ. ഇത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ അലിയും അല്ലേ, പ്ലാസ്റ്റിക് ഇങ്ങനെ അലിഞ്ഞിങ്ങനെ ഉരുകി പോകും. ഇതിനെ ഉരുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്ത് അടുത്തൊരു രൂപത്തിലേക്ക് മാറ്റാം. ഇനിയും ചൂടാക്കാം, വീണ്ടും ഡീമോൾഡ് ചെയ്ത് വേറൊരു രൂപത്തിലേക്ക് ആക്കാം. ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിനെയാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കാം. ഇനി തെർമോ സെറ്റിംഗ് എന്താ പരിപാടി? തെർമോ സെറ്റിങ്ങിനെ നമ്മൾ ചൂടാക്കി അത് ഉരുകി, അതിനെ നമ്മളിങ്ങനെ അലിയിച്ച് നമ്മളൊരു സാധനത്തിലേക്ക് ആക്കി വെച്ചു. ഇനി നമുക്കതിനെ മാറ്റാൻ പറ്റില്ല. ഇനി ചൂടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കരിനാവും എന്നല്ലാതെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും നമുക്ക് ഉരുക്കി രൂപം മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് അവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ബൈ പോളിമറൈസേഷൻ ഓഫ് വിനൈൽ ക്ലോറൈഡ് മോണോമേഴ്സ്. വിനൈൽ ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന മോണോമറുകളെ യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന പോളിമറാണ് PVC എന്ന് പറയുന്ന പോളിവിനൈൽ ക്ലോറൈഡ്. Due to its durability and resistance to chemicals, it is extensively used in making pipes, ഇലക്ട്രിക് കേബിൾ ഇൻസുലേഷൻ, മെഡിക്കൽ ഡിവൈസുകൾ എന്നുള്ളതിലൊക്കെയാണ് ഉപയോഗിക്കുക. അതായത് PVC നമ്മൾ പറഞ്ഞല്ലോ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ഫേമസ് പോളിമറാണ് PVC. ഈ PVCയുടെ ആ ഒരു എന്താ പറയുക റെസിസ്റ്റൻസ് ടു കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും അതിന് നല്ല രീതിയിലുള്ള ഡ്യൂറബിലിറ്റി ഉള്ളതുകൊണ്ടും നമുക്ക് സാധാരണഗതിയിൽ പൈപ്പുകൾ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ഇലക്ട്രിക് കേബിളുകൾ പോകാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്യുന്നൊരു കുഴലുണ്ടല്ലോ, അത് PVC കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് ഇൻസുലേഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മെഡിക്കൽ ഡിവൈസുകളിലും എന്ത് ചെയ്യാറുണ്ട്, PVCയെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. എട്ടാമത്തെ ചോദ്യമാണ് 51/2020 LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയുടെ ചോദ്യമാണ്. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു എന്താണ് എന്നാണ് ചോദ്യം. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം. ഓക്കെ, അപ്പോൾ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള വസ്തുവാണ് കാൽസ്യം ബൈകാർബണേറ്റ്. എന്താണ് കഠിനജലം എന്ന് പറയുന്നത്? കഠിനജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് കൊണ്ടുപോയി തുണി അലക്കാനോ അല്ലെങ്കിൽ സോപ്പിനെ പതപ്പിക്കാനോ ശ്രമിച്ചാൽ ജലത്തിനകത്ത് സോപ്പ് പതയല. അങ്ങനെ പതയാത്ത ജലത്തിനെയാണ് നമ്മൾ കഠിനജലം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ കഠിനജലം അല്ലെങ്കിൽ എന്താ പറയുക ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമായിട്ടുള്ള ഒരു വസ്തുവാണ് കാൽസ്യം ബൈകാർബണേറ്റ്. ജലത്തിനകത്ത് കാൽസ്യം ബൈകാർബണേറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാഠിന്യമുണ്ട്, ജലത്തിന് കാഠിന്യമുണ്ട്. അതാണെങ്കിൽ എന്താണ്, താൽക്കാലിക കാഠിന്യമാണ്. അപ്പോൾ ജലത്തിൽ കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ ബൈകാർബണേറ്റുകൾ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവും. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പററി ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ നീക്കം ചെയ്യും? തിളപ്പിച്ചു കഴിഞ്ഞാൽ, ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ താൽക്കാലിക കാഠിന്യം ഇല്ലാതാകും. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ എടുക്കണമെങ്കിൽ സോപ്പ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് പതയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ആ ജലത്തിൻ്റെ കാഠിന്യം മാറി, ഒന്ന് തിളപ്പിച്ചാറിച്ചാൽ ജലത്തിൻ്റെ കാഠിന്യം മാറും. അങ്ങനെയുള്ള കാഠിന്യങ്ങളെയാണ് താൽക്കാലിക കാഠിന്യം എന്ന് വിളിക്കുക.
താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള കെമിക്കലാണ് കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. അതായത് കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എന്താണ്, ജലത്തിന് താൽക്കാലിക കാഠിന്യമായിരിക്കും ഉണ്ടാവുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജലത്തിനെ ബോയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ബൈകാർബണേറ്റുകൾ അലേയമായ കാർബണേറ്റുകളായിട്ട്, അതായത് ജലത്തിൽ ലയിച്ചു പോകാത്ത കാർബണേറ്റുകളായിട്ട് അതെന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അടിഞ്ഞുകൂടും. അപ്പോൾ അതിനെ നമുക്ക് എടുത്ത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ജലത്തിൻ്റെ കാഠിന്യം നീക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തൊരു ടൈപ്പ്, അതായത് ക്ലോറൈഡുകളും സൾഫേറ്റുകളും. ഓക്കെ, ക്ലോറൈഡുകളും സൾഫേറ്റുകളും, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ നമ്മൾ പറഞ്ഞല്ലേ. ഇനി കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, അതുപോലെ അതെ മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ജലത്തിൽ അലിഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ തിളപ്പിച്ചാറിച്ചാൽ അതിൻ്റെ കാഠിന്യം പോവില്ല. അങ്ങനെയുള്ള കാഠിന്യത്തെ നമ്മൾ പെർമനൻ്റ് ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്ഥിര കാഠിന്യം എന്ന് വിളിക്കുന്നു. അതിനെ തിളപ്പിച്ചാറിച്ചു കഴിഞ്ഞാൽ അത് മാറില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ജലശുദ്ധീകരണം നടത്തിയാലേ ആ ഒരു കാഠിന്യം റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യമാണ്, രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 51/2020 LP സ്കൂൾ ടീച്ചറുടെ സെയിം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ആടലോടകം, സർപ്പഗന്ധി, തുളസി, സിങ്കോണ, ഇതിൽ ഏതിൽ നിന്നുമാണ് റിസർപിൻ വേർതിരിച്ചെടുക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, സർപ്പഗന്ധിയാണ്. സർപ്പഗന്ധി റൗവോൾഫിയ സെർപ്പൻറ്റിയ എന്നറിയപ്പെടുന്ന ഈ ഒരു സസ്യത്തിൽ നിന്നും, ആ സസ്യത്തിൻ്റെ വേരുകളിൽ നിന്നും റിസർപിൻ എന്നറിയപ്പെടുന്ന ഒരു ആൽക്കലോയിഡിനെ നമ്മൾ വേർതിരിച്ചെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്താണ്, കെമിക്കലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ, ഇതൊക്കെ ചികിത്സിക്കാനുള്ള ഒരു ഔഷധമായിട്ട് ഈ പറയുന്ന ആൽക്കലോയിഡിനെ, നമ്മുടെ റിസർപ്പിനെ ഉപയോഗിക്കാറുണ്ട്. റിസർപ്പിൻ എവിടെ നിന്നാണ് എടുക്കുന്നത്, സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടിയുടെ വേരിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡിയിൽ സിങ്കോണ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഒരു സസ്യം തന്നിട്ടുണ്ട്. ഈ സിങ്കോണ എന്ന് പറയുന്ന സസ്യത്തിൽ നിന്നുമാണ് മലേറിയ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്വിനൈൻ എന്ന് പറയുന്ന ഒരു മരുന്നിനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അടുത്തൊരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്, ക്വിനൈൻ ഏത് സസ്യത്തിൽ നിന്നുമാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ സിങ്കോണ സസ്യത്തിൽ നിന്നുമാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം, 61/2020 ലെക്ചററുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ആൾട്ടർനേറ്റീവ് നെയിം ഓഫ് പൊട്ടാഷ് ലൈം ഗ്ലാസ് ഈസ്. പൊട്ടാഷ് ലൈം ഗ്ലാസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സോഫ്റ്റ് ഗ്ലാസ് ആണോ, ഹാർഡ് ഗ്ലാസ് ആണോ, ഫ്ലിൻറ്റ് ഗ്ലാസ് ആണോ, ബോട്ടിൽ ഗ്ലാസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഹാർഡ് ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലൈം ഗ്ലാസിനെയാണ് നമ്മൾ ഹാർഡ് ഗ്ലാസ് എന്ന് വിളിക്കാറുള്ളത്. ഇവിടെ പൊട്ടാഷ് ലൈം ഗ്ലാസ് കോമൺലി നമ്മൾ ഹാർഡ് ഗ്ലാസ് എന്ന് വിളിക്കാറുണ്ട്. മറ്റൊരു പേര് കൂടി ഇതിനുണ്ട്, അതാണ് ബൊമേനിയൻ ഗ്ലാസ് എന്ന് പറയുന്നത്. ബൊമേനിയൻ ഗ്ലാസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇതിനെ പൊട്ടാഷ്യം കാർബണേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ മാനുഫാക്ചർ ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് യൂസിങ് പൊട്ടാഷ്യം കാർബണേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം പൊട്ടാഷ്യം കാർബണേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹാർഡ് ഗ്ലാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഹാർഡ് ഗ്ലാസ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടാഷ്യം കാർബണേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സോഡിയം കാർബണേറ്റിന് പകരം പൊട്ടാഷ്യം കാർബണേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ബൊമേനിയൻ ഗ്ലാസ് നമുക്ക് കിട്ടും. ഇറ്റ് ഹാസ് എ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഈസ് മോർ റെസിസ്റ്റന്റ് ടു ഹീറ്റ് ആൻഡ് കെമിക്കൽ ആക്ഷൻ കമ്പയർഡ് ടു ഓർഡിനറി ഗ്ലാസ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള ഗ്ലാസ്സുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതുപോരാത്തതിന് ഹീറ്റിനോടും മറ്റുള്ള കെമിക്കൽ ആക്ഷനോടും ഒക്കെ റെസിസ്റ്റൻ്റ് ആണ് ഹാർഡ് ഗ്ലാസ്. സോഫ്റ്റ് ഗ്ലാസ്സുകൾ നമ്മൾ സാധാരണഗതിയിൽ സോഡ ലൈം ഗ്ലാസ് എന്നാണ് വിളിക്കാറുള്ളത്. സോഡ ലൈം ഗ്ലാസ് ആണ് സോഫ്റ്റ് ഗ്ലാസ്. ഇത് കുറച്ചുകൂടെ ചീപ്പറാണ്. ഹാർഡ് ഗ്ലാസ് പോലെ അത്രയും ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് അത്രയും ചിലവ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണ് സോഫ്റ്റ് ഗ്ലാസ്. വിൻഡോകളിൽ, അതേപോലെ ബോട്ടിലുകൾ, അതായത് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ആവശ്യം വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണ്, സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. 2020 വർഷത്തിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തു പോയിട്ടുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്